ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാട്ടൊക്കെ പാടി ഭാസ്കരൻ നിധിക്ക് പിറന്നാൾ ആശംസകൾ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. നിധി കേക്ക് എടുത്ത് നീട്ടുമ്പോൾ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞ് ഭാസ്കരൻ ബാത്റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുമ്പോൾ നടന്നു വരുന്ന ഭാസ്കരൻ താഴെ ഇരിക്കുന്ന കേക്കിൽ ചവിട്ടുകയാണ്. എന്റെ ഹാർട്ടും ഡിയറും എന്ന് പറഞ്ഞ് സുധീഷ് ഞെട്ടി ഭാസ്കരനെ നോക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ കാലിൽ പിശിപിശാന്ന്? സുധീഷ് ചോദിക്കുന്നു, വിവരമില്ല നിങ്ങൾക്ക്? കേക്കിന്റെ മുകളിലൂടെയാണോ കയറി നടക്കുന്നത്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, വഴി നടക്കുന്നതാണോ കേക്ക് വെക്കുന്നത്? നിനക്ക് വിവരമില്ലേ? ഞാൻ പോയി കാല് കഴുകിയിട്ട് വരാന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. ഈയിടെ ഞാനെന്തെന്ന് പറഞ്ഞ് സുധീഷ് പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, എടി സുധീഷ് വേണ്ട, ഒരു കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചില്ലേ, ഒരു നല്ല ദിവസമായി വഴക്കിന് പോകണ്ട. നിധി പറയുന്നു, അതെ സുധീഷ്, ഒരു കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചില്ലേ, ഈ കേക്ക് സൂപ്പർ ആയിരുന്നു. സുഭാഷ് പറയണ, എടാ ഹരീഷ്, ആ കേക്ക് കൊണ്ടുപോയി പുറത്ത് കളയടാ. ഹരീഷ് ചെറിയ കേക്ക് കൊണ്ടുപോയി പുറത്ത് കളയുകയാണ്. സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി പറയുന്നു, സുധീഷ്, എനിക്ക് കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഫ്ലേവറാ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയുടെ വീട്ടിലും ഇതേപോലെ കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ടായിരുന്നോ? അപ്പൊ നിധി പറയണ, കേക്ക് കട്ട് ചെയ്യാറുണ്ട്, പക്ഷെ രാത്രി 12 മണിക്ക് ഇത് ആദ്യമായിട്ടാ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത്. 12 മണിക്ക് ഫ്രണ്ട്സ് കുറച്ചുപേര് വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്പർ മാറ്റിയില്ലേ, അതുകൊണ്ട് ആരും വിളിക്കില്ല. 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. സുധീഷ്, ഒരുപാട് നന്ദിയുണ്ട്, ഞാനിത് പ്രതീക്ഷിച്ചതേ ഇല്ല. വീട് മുഴുവൻ ക്യാൻഡിലൊക്കെ വെച്ച് ബുക്കൊക്കെ തന്ന് കറക്റ്റ് 12 മണിക്ക് ഈ വർഷം കേക്ക് കട്ട് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. താങ്ക് യു സോ മച്ച്. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, താങ്ക് യു നിധി. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഈ കേക്ക് എടുത്തു വെക്കാൻ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ, ഞാൻ എല്ലാവർക്കും ഓരോ പീസ് മുറിച്ചു തരാം. അങ്ങനെ സുഭാഷ് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് കഴിച്ച് സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുകയാണ് എല്ലാവരും. പിന്നീട് കാണിക്കുന്നത് രാവിലെ സുധീഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തു നിൽക്കുമ്പോൾ ഭാസ്കറിന്റെ കാലിൽ കേക്കിന്റെ ക്രീമും ലവും ഒക്കെ കാണുകയാണ്. ഹരീഷിനെയും നികേഷിനെയും വിളിച്ച് സുധീഷ് ഇത് കാണിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, എന്താണ് ഇയാളുടെ കാലിൽ ഹാർട്ട് ഒട്ടിച്ചു വെച്ചേക്കുന്നത്? ഓ, ആ കേക്കിന്റെ മുകളിലൂടെ നടന്നു പോയപ്പോൾ ഒട്ടിയ ഹാർട്ടാണോ ഇത്? കാല് കഴുകാതെ കിടന്നുറങ്ങിയതാ. സുധീഷ് പറയുകയാണ്, ആ കേക്ക് കടയിൽ ഉണ്ടായിരുന്നത് വേറെ സ്റ്റേറ്റുകാരനാണ്. ഞാൻ പറയുന്നത് അവന് മനസ്സിലായില്ല, അവൻ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. കഷ്ടപ്പെട്ട് അവനെ മനസ്സിലാക്കി ഹാർട്ടൊക്കെ വെച്ച് ആ കേക്ക് എടുത്തോണ്ട് വന്നപ്പോ ഇയാൾ ആ കേക്കിന്റെ മുകളിലൂടെ നടക്കുന്നു. ഞാൻ നിധിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രത്യേകം വാങ്ങിയ കേക്കായിരുന്നു അത്, ഇയാൾ അതിന്റെ മുകളിലൂടെ നടക്കുന്നു. ഇത് കേട്ട് ഹരീഷും നികേഷും ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താടാ എന്റെ വിഷമം നിങ്ങൾക്കൊക്കെ ചിരിയാണോ? അപ്പൊ നികേഷ് പറയണ, അതല്ല സുധീഷേട്ടാ, സുധീഷേട്ടന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇയാളുടെ കാലിൽ ഹാർട്ട് കണ്ടിട്ട് ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ? കേക്ക് ചവിട്ടിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഇയാളാ ഞാൻ ഇന്നെന്ന് പറഞ്ഞ് സുധീഷ് കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്ന് ഭാസ്കറിന്റെ കാലിലേക്ക് ഒഴിക്കുകയാണ്. എഴുന്നേറ്റിരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാടാ കാലി വെള്ളം ഒഴിച്ച്? ഉറങ്ങുന്ന ആളെ ഉണർത്താനാണെങ്കിൽ മുഖത്തേക്കല്ലേ വെള്ളം ഒഴിക്കേണ്ടത്? അപ്പൊ സുധീഷ് പറയണ, രാത്രി ഞാൻ നിധിക്ക് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന കേക്കിന്റെ മുകളിലൂടെ നടന്നു പോവുകയല്ലായിരുന്നു. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിന്നോട് ആരാടാ പറഞ്ഞത് നടക്കുന്ന വഴിയിൽ കേക്ക് കൊണ്ടുവയ്ക്കാൻ? രാവിലെ വന്നോളൂ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഹോളിലിരിക്കുന്ന ഹരീഷിന്റെയും നികേഷിന്റെ അരികിലേക്ക് വന്നിരുന്ന് സുധീഷ് ചോദിക്കുന്നു, ഇന്നലെ രാത്രി നിങ്ങളുടെ സുധീഷ് ഏട്ടൻ അടിച്ചു പൊടിച്ചില്ലേ? നിധിയുടെ ബർത്ത്ഡേ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ ചെയ്ത നല്ലൊരു കാര്യമായിരുന്നു അത്, എന്തായാലും കുളമായില്ല. എന്നാലും രാത്രി 11:30 വിളിച്ചുണർത്തിയത് കുറച്ചുകൂടി പോയി. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ രാത്രി 9 മണിക്ക് കിടന്ന് 5 മണിക്ക് എഴുന്നേക്കുന്ന ആളാണെന്ന്. നീതുമായി സംസാരിച്ച് 2 മണിക്കോ 3 മണിക്കോ കിടന്നുറങ്ങുന്നത്, ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിപ്പോയി. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, അത് സുധീഷ് ഏട്ടൻ പറഞ്ഞത് കറക്റ്റാ. ഹരീഷ് ഏട്ടൻ ചില ദിവസം കിടക്കുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെയാ. ഈ സമയം സുഭാഷ് പായസവുമായി അവിടേക്ക് വരികയാണ്. പായസം ഒന്ന് ചോദിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി പായസം വാങ്ങിച്ചു കുടിക്കുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, നിധിയുടെ പിറന്നാൾ ആയതുകൊണ്ടല്ലേ സുഭാഷിന്റെ പായസം ഉണ്ടാക്കിയേ? അതേന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്റെ ജീവിതത്തിലും ഒരുപാട് നല്ലത് നടന്നിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടി, ആദ്യ ശമ്പളം വാങ്ങി, ഇങ്ങനെ ഒന്നിനും സുഭാഷേട്ടൻ സ്വീറ്റ് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷേട്ടൻ ജോലിക്ക് ചേർന്നതും ശമ്പളം വാങ്ങിയതും സുഭാഷേട്ടനോട് പറഞ്ഞു? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഈ സമയം നിധി അവിടേക്ക് വരികയാണ്. എല്ലാവരും നിധിയോട് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ മോളെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സുഭാഷ് പായസവും എടുത്തോണ്ട് നിധിയുടെ അരികിലേക്ക് വരികയാണ്. എന്താ സുഭാഷേട്ടാ പായസം ആണോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇന്ന് നിധിയുടെ പിറന്നാളല്ലേ, അതാ സുഭാഷേട്ടൻ നിധിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാ. ഞാൻ പറഞ്ഞിട്ട് സുഭാഷേട്ടൻ പായസം ഉണ്ടാക്കിയത്. ഇത് കേട്ട് സുഭാഷ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് കണ്ണടച്ച് കാണിക്കുകയാണ്. സുധീഷ് പറയുന്നു, നമ്മള് രാത്രിയിൽ മുറിച്ച കേക്കിന്റെ അത്ര ഇല്ലെങ്കിലും കൊള്ളാം, കുടിക്കാം. പായസം കുടിച്ചു നോക്കി നിധി പറയാണ്, സൂപ്പർ ആയിട്ടുണ്ട് സുഭാഷേട്ടാ, എനിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നികേഷ് പറയുന്നു, ഏട്ടത്തി രാത്രി 11:30 സുധീഷേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് ഏട്ടത്തിയുടെ പിറന്നാളാണെന്ന്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാക്കായിരുന്നു. അവൻ നിധി പറയുകയാണ്, രാത്രി കേക്ക് കട്ട് ചെയ്ത് തന്നെ എനിക്ക് വലിയ സർപ്രൈസാ. അവിടെ വന്ന് എഴുന്നേറ്റ് സുധീഷ് നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് എന്തെങ്കിലും പറയാനുണ്ടോ? കൈ നീട്ടിക്കൊണ്ട് സുധീഷ് പറയുകയാണ്, കൈ കൊടുക്ക്. നിധി
കൈ കൊടുക്കുമ്പോൾ സുധീഷ് പറയുകയാണ് വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് ഈ വർഷം നിധിക്ക് സൂപ്പർ വർഷമായിരിക്കും. നിധി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. നിധിക്ക് ഇഷ്ടമുള്ളവർ, നിധിയെ ഇഷ്ടമുള്ളവർ എല്ലാവരും നിധിയുടെ ഒപ്പം ഉണ്ടാകും. അതിനായി എന്റെ ആശംസകൾ. താങ്ക് യു. മതി മതി എന്ന് പറഞ്ഞ് കൈ എടുത്തു മാറ്റുകയാണ് നിധി. ഹരീഷ് പതിയെ നികേഷിനോട് പറയുന്നു സുധീഷ് ഏട്ടൻ കുറച്ച് ഓവറല്ലേ? അപ്പൊ നികേഷ് പറയുകയാണ് അതെ ഓവറാണ്, അതാണ് എന്റെ പേടി. അപ്പൊ സുഭാഷ് പറയുകയാണ് ഇവൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ മോക്ക് ഞങ്ങള് ഡ്രസ്സ് വാങ്ങി തന്നേനെ. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടാ ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ മേഡം ആ ഡ്രസ്സ് ധരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ സുഭാഷ് പറയണ നീ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. സുധീഷ് പറയണ ഞാൻ ഡ്രസ്സ് വാങ്ങി കൊടുത്താൽ നിധിക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ലയോ എന്ന് അറിയില്ലല്ലോ, അതാ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ. അപ്പൊ നിധി പറയണ അത് സാരമില്ല, സുധീഷ് ആ ഡ്രസ്സിങ് എടുത്തോണ്ട് വാ. സുധീഷ് ചോദിക്കുന്നു നിധി എന്താ പറഞ്ഞേ? അപ്പൊ നിധി പറയണ എനിക്ക് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അത് എടുത്തോണ്ട് വന്നാ പറഞ്ഞത്. സുധീഷ് ചോദിക്കുന്നു സത്യമാണോ? ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ സുധീഷ് അകത്തേക്ക് ഓടിപ്പോയി ഡ്രസ്സ് എടുത്തോണ്ട് വരികയാണ്. ഇത് നിധിക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ കളറ് നിധിക്ക് നന്നായി ചേരുമെന്ന് എനിക്ക് തോന്നി, അതാ വാങ്ങിയത്. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. സന്തോഷത്തോടു കൂടി അത് വാങ്ങി തുറന്നു നോക്കി നിധി പറയുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ. സാരിയാണോ? അതെ നിധി എന്ന് സുധീഷ് പറയുമ്പോൾ ആ സാരിയുടെ ഭംഗി കാണുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടോ? നിധി പറയുന്നു നന്നായിട്ടുണ്ട്, നല്ല കളറ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ. സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് സുധീഷിനെയും നിധിയെയും നോക്കുകയാണ്. നിധി വളരെ സന്തോഷത്തോടു കൂടി ആ സാരിയുമായി റൂമിലേക്ക് പോവുകയാണ്. സുധീഷ് വിശ്വസിക്കാനാകാതെ തുള്ളിച്ചാടുകയാണ്. നികേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു ഞാൻ കൊടുത്ത ഉടനെ വാങ്ങിയത് കണ്ടില്ലേ, അത് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അപ്പൊ നികേഷ് പറയണ ഏട്ടത്തി എന്താ ആ സാരിയുമായി അകത്തേക്ക് കയറി വാതിലടച്ചത്? അപ്പൊ സുധീഷ് പറയണ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ വാങ്ങിക്കൊടുത്ത സാരി വാങ്ങിച്ചല്ലോ അത് മതി, അതിന് മുകളിൽ എന്താ വേണ്ടത്? ഈ സമയം നിധി റൂമിന്റെ വാതില് തുറക്കുകയാണ്. എല്ലാവരും റൂമിലേക്ക് നോക്കുമ്പോൾ സുധീഷ് വാങ്ങിക്കൊടുത്ത സാരിയും എടുത്ത് സന്തോഷത്തോടു കൂടി എല്ലാവരുടെ അരികിലേക്ക് വരികയാണ് നിധി. അത് കണ്ട് വിശ്വസിക്കാനാകാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിധിയെ നോക്കുന്നു. സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു എങ്ങനെയുണ്ട്? എന്നോടാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് സാരി വാങ്ങിത്തന്ന ആളോടല്ലേ അഭിപ്രായം ചോദിക്കേണ്ടത്. സുധീഷ് പറയുന്നു സൂപ്പർ, അസലായിട്ടുണ്ട്, റിയലി ബ്യൂട്ടിഫുൾ, താങ്ക് യു. സുഭാഷേട്ടാ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് നിധിയോട് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിധി പറയുന്നു താങ്ക് യു. അപ്പൊ ഞാൻ ഇന്ന് ഈ സാരി ഉടുത്ത ഓഫീസിലേക്ക് പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങിയ സുധീഷ് തുള്ളിച്ചാടുകയാണ്. ഇത് കണ്ട് ഹരീഷും നികേഷും സുധീഷിനെ നോക്കുമ്പോൾ ചമ്മലോടുകൂടി അകത്തേക്ക് കയറി വരികയാണ് സുധീഷ്. തുടർന്ന് സുഭാഷ് പറയുന്നു മോളെ ഇന്ന് മോളുടെ പിറന്നാളല്ലേ, ക്ഷേത്രത്തിൽ പോയിട്ട് വാ. ഇത് കേട്ട് സുധീഷ് പറയുന്നു ശരി സുഭാഷേട്ടാ. അപ്പൊ നിധി പറയുകയാണ് നികേഷ് നീയും വാ. ഇല്ല ഏട്ടത്തി ഞാൻ വരുന്നില്ല എന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണ നീ കുളിച്ചില്ലേ? കുളിച്ചു എന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണ പിന്നെന്താ വാ പോകാം. സുഭാഷേട്ടാ പോയിട്ട് വരാമേ. അങ്ങനെ നികേഷിനെയും കൂട്ടി നിധി പുറത്തേക്ക് പോകുമ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി ഹരീഷിനോട് പറയുന്നു കണ്ടില്ലടാ ഞാൻ വാങ്ങിക്കൊടുത്ത ഉടനെ സാരി എടുത്തത്, അത് കണ്ടപ്പോൾ എന്റെ കൈ ഓടുന്നില്ലായിരുന്നു കാലും ഓടുന്നില്ലായിരുന്നു. അപ്പൊ ഹരീഷ് പറയണ സംസാരിച്ചോണ്ട് നിൽക്കാതെ പെട്ടെന്ന് ചെല്ല്. ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധിയുടെയും നികേഷിന്റെ ഒപ്പം സുധീഷ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് നിധിയെ തന്നെ നോക്കി ക്ഷേത്രത്തിലൂടെ നടക്കുമ്പോൾ നികേഷ് പറയുന്നു ഏട്ടത്തി ഞാൻ വഴിമാറിനുള്ള രസീത് എഴുതിയിട്ട് വരാം. ശരിയെന്ന് പറഞ്ഞ് നിധി മുന്നോട്ട് കിടക്കുമ്പോൾ താങ്ക്സ് എടാന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ പിന്നാലെ പോവുകയാണ്. ശേഷം നിധിയുടെ അരികിലേക്ക് ഓടി വന്ന് സുധീഷ് പറയുന്നു നിധി ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നിധി ചോദിക്കണേ എത്ര തവണ ഇത് പറയുക? അപ്പൊ സുധീഷ് പറയണേ ഇന്ന് മുഴുവൻ നിധിയുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് മുഴുവൻ ഞാൻ നിധിയെ ബർത്ത്ഡേ വിഷ് ചെയ്തോണ്ടിരിക്കും. നിധിയുടെ സാരി അവിടെ ഒരു തൂണിലെടുക്കുമ്പോൾ ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ് സുധീഷ് സാരി തുമ്പ് എടുത്തു കൊടുക്കുകയാണ്. പുഞ്ചിരിച്ച് നിധി പറയുന്നു സൈഡ് അടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടായി ഇങ്ങനെ നൂല് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ സുധീഷ് പറയണ താങ്ക് യു നിധി. എന്തിനാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ സൈഡ് പോലും അടിക്കാതെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാരി ഉടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ നിധി പറയണ എന്റെ പിറന്നാളിന് സുധീഷ് ആഗ്രഹിച്ചു വാങ്ങി തന്നതല്ലേ, അത് പിറന്നാൾ ദിവസം തന്നെ ഉടുക്കുമ്പോഴല്ലേ നല്ലത്. അപ്പൊ സുധീഷ് പറയണ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ വാങ്ങി തന്നാൽ നിധി ഉടുക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. നിധി ചോദിക്കുന്നു അതെന്താ സുധീഷിനെന്താ അങ്ങനെ തോന്നിയേ? അപ്പൊ സുധീഷ് പറയണ നിധി വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ നിധിക്ക് ഇതേപോലെ ഡ്രസ്സ് വാങ്ങി തന്നില്ലേ, അപ്പൊ നിധി അത് വാങ്ങില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തന്നില്ലേ, അതേപോലെ ഇപ്പോഴും തിരിച്ചു തരുമോന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ നിധി പറയണ അന്ന് നമ്മുടെ ഇടയിൽ എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് അറിയില്ലായിരുന്നു, അന്നത് സുഭാഷേട്ടനാണ് വാങ്ങി തന്നിരുന്നെങ്കിൽ ഞാനത് വാങ്ങിയേനെ. പക്ഷെ സുധീഷ് വാങ്ങി തന്നപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ, സുധീഷ് എന്തിനാ ഇങ്ങനെ വാങ്ങി തരുന്നതെന്നൊക്കെ എനിക്ക് തോന്നി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മള് ഡിവോഴ്സ് ആകാൻ പോവുകയല്ലേ, നമ്മള് ഫ്രണ്ട്സ്. ഒരു ഫ്രണ്ട് ഡ്രസ്സ് വാങ്ങി തന്നാ ഞാൻ മേടിക്കില്ലേ? സുധീഷ് പറയുന്നു ഓ അങ്ങനെ അതേന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് നിധി മുന്നോട്ട് നടക്കുമ്പോൾ ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സുധീഷ് പിന്നാലെ പോവുകയാണ്. മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാക്ക്
വാക്ക് പറയില്ല. ഭഗവാനെ, നിനക്ക് കരുണയില്ലേ? ഞാനൊരു പാവമല്ലേ? നീ ഇതെല്ലാം കാണുന്നില്ലേ? എന്റെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഇവളോട് എന്തെങ്കിലും പറയാൻ പറ പ്ലീസ് ഭഗവാനെ. 4 വാക്ക് സ്നേഹത്തോടു കൂടി സംസാരിപ്പിക്കുക. ഈ സമയം അവിടേക്ക് വന്ന നികേഷ് സുധീഷിനോട് പതിയെ ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ സംസാരിച്ചോ? ഒരുപാട് സംസാരിച്ചെന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് പറയണ, അതുകൊണ്ടാ ഞാൻ രസീത് വാങ്ങാൻ പോയത്. ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയണ, നികേഷ് നീ സൂപ്പറാടാ വാന്നും പറഞ്ഞ നിധിയുടെ പിന്നാലെ പോവുകയാണ് സുധീഷ്. തുടർന്ന് ശ്രീകോവിലിന്റെ മുന്നിലേക്ക് വന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. സുധീഷ് തിരുമേനിയോട് പറയുന്നു, വഴിപാടൊക്കെ നന്നായി ചെയ്യണേ തിരുമേനി. ശരിയെന്ന് പറഞ്ഞ് തിരുമേനി അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയണ, വഴിപാടൊക്കെ സാധാരണ ചെയ്യുന്നത് പോലല്ലേ ചെയ്യാൻ പറ്റൂ? അപ്പൊ സുധീഷ് പറയണ, എന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയാണ്. തിരുമേനി പ്രസാദം കൊണ്ട് കൊടുക്കുമ്പോൾ സുധീഷ് പറയണ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കുറച്ചുനേരം കൂടി മന്ത്രം ചൊല്ലി ഭക്തിയോടുകൂടി പ്രസാദം കൊണ്ട് തരായിരുന്നു. അപ്പൊ നിധി പറയണ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. പൂജാരി അത്രയൊക്കെ ചെയ്യൂ, പ്രാർത്ഥിക്ക്. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇതേപോലെ എന്റെ മനസ്സും കൂടി ഈ നിധി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഭഗവാനെ, എന്റെ മനസ്സ് നിധി ഒന്ന് മനസ്സിലാക്കണേ. പെട്ടെന്ന് സുധീഷ് ശ്രദ്ധിക്കുകയാണ് അവിടെ ഒരാൾ ശയന പ്രദക്ഷിണം ചെയ്യുന്നത്. സുധീഷ് ഓർക്കുന്നു, പണ്ട് ശയന പ്രദക്ഷിണം ചെയ്തപ്പോൾ നികേഷ് സഹായിച്ചതും നിധി വിഷമത്തോടുകൂടി കൂടെ വന്നതുമെല്ലാം. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഞാൻ പെർഫോം ചെയ്യാനുള്ള സമയമായി. തുടർന്ന് നിധി പറയുകയാണ്, നികേഷെ നമുക്ക് കുറച്ചേരം ഇവിടെ ഇരിക്കാം. അപ്പൊ നികേഷ് പറയുന്നു, ഏട്ടത്തിരിക്കുക, ഞാനൊരു ഫോൺ വിളിച്ചിട്ട് വരാം. അപ്പൊ നിധി ചോദിക്കുന്നു, ക്ഷേത്രത്തിൽ വന്നിട്ടാണോടാ ഫോണ്? ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാനുണ്ടെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണം, അതൊക്കെ പിന്നെ സംസാരിക്കാം, വാ ഇവിടെ വന്നിരിക്കുക. നികേഷ് പതിയെ സുധീഷിനോട് പറയുന്നു, സോറി സുധീഷേട്ടാ, നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാമെന്ന് വിചാരിച്ചതാ. അപ്പൊ സുധീഷ് പറയണ, അത് സാരമില്ലടാ, ഞാൻ വേറൊരു പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിധി ഞാൻ ഇപ്പൊ വരാമേ. അപ്പൊ നിധി ചോദിക്കണ, എന്താ സുധീഷും ഫോണിൽ സംസാരിക്കാൻ പോവുകയാണോ? അപ്പൊ സുധീഷ് പറയുന്നു, അല്ല, ഇത് വേറൊരു കാര്യമാണ്, ഇപ്പൊ വരാം. നികേഷ് നിധിയുടെ ഒപ്പം ഇരിക്കണേ. അങ്ങനെ സുധീഷ് അവിടെ വന്ന് പോകുമ്പോൾ നിധി പറയണ, നല്ല കാറ്റ്, നമ്മളിപ്പം ക്ഷേത്രത്തിലേക്ക് അങ്ങനെ വരാറേ ഇല്ല. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിലേക്ക് അധികം വരാറില്ല. അപ്പൊ നിധി പറയണ, ഇനി നമുക്ക് വീക്കെൻഡ്സിൽ വരാം. ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഇവിടെ ഇരിക്കാനാ എനിക്കിഷ്ടം. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തിയുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴാ മനസ്സിനൊരു സമാധാനം കിട്ടിയിരുന്നത്. കുറച്ചു നാളായിട്ട് അത് മിസ്സാവുന്നുണ്ട്. പുഞ്ചിരിച്ച് നിധി പറയണ, നീ അത് വിട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. ഈ സമയം നിധിയെ തന്നെ നോക്കിക്കൊണ്ട് ശയന പ്രദക്ഷിണം ചെയ്യുകയാണ് സുധീഷ്. നിധിയും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. സുധീഷ് ഉറക്കെ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ നികേഷ് പറയണ, ഈ ശബ്ദം എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ ഉണ്ടല്ലോ. ഏട്ടത്തി ദേ നോക്കിയേ സുധീഷ് ഏട്ടൻ. അപ്പൊ നിധി ചോദിക്കാണ്, എന്താണ് നികേഷ് ഇത്? അറിയില്ല ഏട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ, വാട നികേഷ് എന്ന് പറഞ്ഞ് നിധി സുധീഷിന്റെ അരികിലേക്ക് ഓടിച്ചെടുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്